ശ്രീനിവാസൻ പെർഫോമൻസ് ഓഫ് കോഴ്സ് ഒരു പഴയ ശ്രീനിവാസൻ്റെ കാലഘട്ടത്തിലെ ഒരു കോമഡി സാധനങ്ങളൊക്കെ വിനീത് ശ്രീനിവാസൻ്റെ കയ്യിൽ ഇടുന്നുണ്ട്. പിന്നെ ഇത് പ്രസന്റ് ലൈഫിൽ റിലയബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ജാതകം ശരിയാകാത്തതുകൊണ്ട് ജാതകം ശരിയായാലും എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നും പലരുടെയും കണ്ടീഷൻസ് കാരണമാണ്. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് പെണ്ണ് കിട്ടാത്തവർക്ക് ഈ പടം കാണുമ്പോൾ ചിരിയാണ് കരച്ചിലാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല. അത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാഴ്ചയാണ്. പ്രസന്റ് ടോട്ടലി പറയണം അത്യാവശ്യം ഇരിക്കാനുള്ള ഒരു വൺ ടൈം വാച്ച് മൂവി തന്നെയാണ് ഒരു ജാതകം. ഒരു വഴിഞ്ഞാട്ടമാണ് വിനീത് ശ്രീനിവാസനെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ഇത് തന്നെ പോയേക്കണത്, മേക്ക് ചെയ്തേക്കണത് ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയുണ്ട്, നല്ല തറവാടുണ്ട്, എല്ലാ രീതിയിലും ഓക്കെ ആണെങ്കിലും പെണ്ണ് കിട്ടുന്നില്ല. അതാണ് പടത്തിൻ്റെ പ്ലോട്ട്. അത് ജാതകമല്ല ശരിയാണെങ്കിലും പുള്ളിയുടെ എന്താ പറയുക, അങ്ങനെ ഉണ്ടല്ലോ നാട്ടിൽ ഒരുപാട് ബോയ്സ് ഉണ്ടല്ലോ, ആ ബോയ്സിന് വേണ്ടിയാണ് പടം ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. വിനീത് ശ്രീനിവാസൻ പടം കോമഡി നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. ഇൻട്രോയിലൊക്കെ വരെ നല്ലപോലെ ശരിയാണ്. ഇൻട്രോയിൽ ചെറിയൊരു രാജ് തോന്നി, എന്നാലും അവസാനമായപ്പോഴത്തേക്കും പടം ശരിയായി, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പടം, നല്ലൊരു കോമഡി ഫാമിലി മൂവി. വിനീതിൻ്റെ ഒരു വിളയാട്ടമാണ്. വിനീതിൻ്റെ വിളയാട്ടം 100% വിനീത് പടം. വിനീത് ആയിട്ട് ആദ്യത്തെ അവസാനം വരെ വിനീതിൻ്റെ സീൻ പോലും ഇല്ല. അതുപോലെയാണ് ഒരു പക്ക ഒരു കോമഡി. അതൊരു ഇപ്പോഴത്തെ ഒരു വിഭാഗത്തിൽ നിന്നാണ് കൊണ്ടുവയ്ക്കുന്നത്. പെണ്ണ് കിട്ടാതെ നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ലൊരു പടം. ചിരിക്കാനുണ്ട്, കുറേ ചിരിക്കാനുണ്ട്. നല്ലൊരു ഗൈഡ് ഉണ്ട്, തിയേറ്ററൊക്കെ നല്ല ഗൈഡ് ഉണ്ടായിരുന്നു. ഫാമിലി പടമാണ്, ഫാമിലി കോമഡി മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടു. വിനീതിൻ്റെ പെർഫോമൻസ് ഭയങ്കര നല്ലതായിരുന്നു. ആൻഡ് അതിൽ അവരുടെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടമായി. എൻ്റെ അമ്മ ക്യാരക്ടറാണല്ലോ ചെയ്തത്. ലാസ്റ്റ് ഒരു തകർപ്പും ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ത് തോന്നുന്നു എനിക്ക് ഇത് വളരെ ചെറിയൊരു ടൈമിന് ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ടു. എനിക്ക് രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇമോഷണൽ ആണല്ലോ ഞാനോ. So we tried to work on the comedy stuff very importantly, and of course I got a lot of help from Vineet, Rakesh Shetan and Mohan sir, so I think it has come out really well. We all enjoyed it. Thank you. Yeah, it was a good experience. വിചാരിച്ചത് എന്താ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് ഒരു ഫൺ ജോണറിലുള്ള എൻ്റർടൈൻമെൻറ്റ് മൂവി. അത് മിസ് ചെയ്യുന്നില്ല വന്ന് കാണാം. എനിക്കൊരു 2 hours അല്ലെങ്കിൽ 2.5 hours ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി തന്നെയാണ്. നന്നായിരുന്നു. കുസൃതി നിറഞ്ഞ ഫണ്ട് ഇത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൈയടക്കത്തോടു കൂടി പെർഫോം ചെയ്തിട്ടുണ്ട്. അവനായിരുന്നു അതെ, വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് വെച്ച് ഒരു കുസൃതി ഫൺ എൻ്റർടൈനർ. നല്ല മൂവിയാണ്. കുറേ ചിരിക്കാനുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റാൻ നല്ല ഫൺ മൂവിയാണ്. വെരി എൻ്റർടൈനിങ്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല പെർഫോമൻസ്. അടിപൊളി നന്നായിരുന്നു. എങ്ങനെയുണ്ട് സിനിമ? നല്ല പടം.